അല്ല, സ്പീക്കറുടെ തീരുമാനമാണ്. സ്പീക്കറാണ് ഇതിന് അടിയന്തര പ്രാധാന്യമില്ല എന്ന് പറഞ്ഞത്. അതിനൊക്കിടയാക്കിയത് എന്താ? അടിയന്തര പ്രാധാന്യമില്ല എന്ന് നിഗമനത്തിൽ സ്പീക്കർക്ക് എത്തിച്ചേരാൻ ഇടയാക്കിയ കാര്യം 26-നുണ്ടായൊരു സംഭവത്തിൽ ഇന്നലെ സഭ ചേർന്നിട്ടും അടിയന്തര പ്രമേയം ഉന്നയിച്ചിട്ടില്ല എന്നുള്ളതാണ്. അടിയന്തരം എന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യം അത് ഉന്നയിക്കുക. ഇന്നലെ അവസരം ഉണ്ടായിട്ടത് ഉപയോഗപ്പെടുത്തിയില്ല. ഇന്നലെ സഭയിൽ ബില്ലിൻ്റെ ചർച്ചയിൽ CPIM-ൻ്റെ അംഗം യു പ്രതിഭ നിങ്ങൾക്ക് ഒരു പരാതി കൊടുത്തുകൂടെ എന്ന് ചോദിച്ചപ്പോഴല്ലേ പരാതി ഉണ്ടാകുന്നത്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് തന്നെ ഇന്ന് പറയുന്നത് കേട്ടു, ഇന്നലെ ഞങ്ങൾ നിയമസഭയിൽ മെൻഷൻ ചെയ്തു അല്ലേ, ഇവിടെ പറഞ്ഞില്ലേ നിങ്ങളോട്. അപ്പം അത്രയും ഗൗരവം അവർ കൊടുത്തിട്ടുള്ളൂന്നല്ലേ അതിനർത്ഥം. ഒരു പ്രസംഗമധ്യേ പരാമർശിച്ചു പോയി. എങ്ങനെയാണ് ഇന്നത്തേക്ക് ബോധോദയം ഉണ്ടായത്? ഇന്നത്തേക്ക് പെട്ടെന്ന് ധാർമ്മിക രോഷം തിളച്ചുയർന്നത് എങ്ങനെയാണ്? അതാണ് സ്പീക്കർ അങ്ങനെ ഒരു നിലപാടെടുക്കാൻ കാരണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ പ്രതിപക്ഷം നേരെ തിരിച്ചു പറയും. ഞാൻ പറഞ്ഞു ഈ വസ്തുതകൾ ഏതെങ്കിലും പ്രതിപക്ഷം നിഷേധിക്കുന്നുണ്ടോ? ഇത് സംഭവം ഉണ്ടായത് 26-നാന്നുള്ള കാര്യത്തിൽ പ്രതിപക്ഷത്തിനും എനിക്കും നിങ്ങൾക്കൊന്നും അഭിപ്രായ വ്യത്യാസമില്ലല്ലോ. 29-ന് സഭയുണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ നമുക്കാർക്കും അഭിപ്രായ വ്യത്യാസമില്ലല്ലോ. ഇന്നലെ അടിയന്തര പ്രമേയമോ സബ്മിഷൻ പോലുമോ കൊണ്ടുവന്നില്ല എന്നുള്ള കാര്യത്തിൽ നമുക്കാർക്കും അഭിപ്രായ വ്യത്യാസമില്ലല്ലോ. അതിൻ്റെ വിശദാംശങ്ങൾ അറിയട്ടെ. ഞാനിപ്പോൾ നിങ്ങൾ ചോദിക്കുമ്പോഴാണ് അറിയുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ വരട്ടെ. കോൺഗ്രസ്സിൽ ഇപ്പോൾ ആത്മഹത്യ തുടർക്കഥയായിട്ട് മാറുന്നതാണ് നമ്മൾ കാണുന്നത്. വയനാട്ടിൽ എത്ര കോൺഗ്രസ് നേതാക്കളാണ് ആത്മഹത്യ ചെയ്തത്? ഇപ്പോൾ എറണാകുളത്തു നിന്ന് വരുന്ന ഈ വാർത്തയും ഞെട്ടിപ്പിക്കുന്നതാണ്. ബാക്കി അതിൻ്റെ വിശദാംശങ്ങൾ വരട്ടെ. തീർച്ചയായിട്ടും അതാണല്ലോ നമ്മൾ കാണുന്നത്. പ്രതിപക്ഷത്തിന് വിഷയദാരിദ്ര്യമുണ്ട്. പ്രതിപക്ഷത്തിൻ്റെ ആവനാഴി ആയുധങ്ങൾ ഒഴിഞ്ഞ് കാലിയായിരിക്കുന്നു എന്നതാണ് ഈ നിയമസഭാ സമ്മേളനത്തിൽ നമ്മൾ കാണുന്നത്. ഈ നിയമസഭാ സമ്മേളനത്തിൽ പ്രതിരോധത്തിലായ പ്രതിപക്ഷത്തെയും ഒഫൻസീവിൽ നിൽക്കുന്ന ഭരണപക്ഷത്തെയുമാണ് കാണുന്നത്. അതിൻ്റെ കാരണം പ്രതിപക്ഷത്തിൻ്റെ പാപ്പരത്തും കൂടിയാണ്. ഒന്ന്, ചെയറാണ് തീരുമാനമെടുത്തത്. ചെയർ പറഞ്ഞ കാര്യം നിങ്ങൾ എല്ലാവരും കേട്ട് കാണും. ഇത് 26-ന് നടന്ന സംഭവമാണെന്നും ഇതിന് അടിയന്തര പ്രാധാന്യമില്ല എന്നുമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അത് പറയാനിടയാക്കിയത് ഇന്നലെ അവസരമുണ്ടായിട്ടും പ്രതിപക്ഷം അത് ഉന്നയിച്ചിട്ടില്ല എന്നതുകൊണ്ട് അടിയന്തര പ്രമേയമായിട്ട് ഉന്നയിച്ചില്ല. പകരം ഇന്നലെ പരാമർശിച്ചു എന്ന് പ്രതിപക്ഷ നേതാവ് തന്നെ പറയുന്നു. അപ്പോൾ അത്രയും പ്രാധാന്യം മാത്രം അവർ കൊടുത്ത കാര്യം ഇന്ന് എങ്ങനെയാണ് സാധാരണഗതിയിൽ ചെയർ അനുവദിക്കുക? അല്ല, സാധാരണ കോമൺ സെൻസ് വെച്ച് ആലോചിച്ചാൽ നമുക്കെല്ലാവർക്കും തോന്നുന്ന കാര്യം തന്നെയല്ലേ ചെയറും പറഞ്ഞത്. അതെ, ഇന്നലെ പക്ഷെ ഉന്നയിച്ചിട്ടില്ലല്ലോ അത്. ഞങ്ങളുടെ നിലപാടാണത് കാണിക്കുന്നത്. RSSനോട് ഒരു തരത്തിലുമുള്ള ഒത്തുതീർപ്പും ഒരു കാലത്തും ഞങ്ങൾക്കില്ലോ. വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടമല്ലേ RSSനോട് നടത്തുന്നത്. രാഹുൽ ഗാന്ധിക്കെതിരെയാണ് പറഞ്ഞത് എന്നതുകൊണ്ട് ഞങ്ങൾ പിന്തുണയ്ക്കില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ അപലപിച്ചത് അതിനെ. കേട്ടില്ല. ഇപ്പം സർക്കാരിൻ്റെതായ കുറ്റം. കോൺഗ്രസ്സുകാർക്ക് 26-ാം തീയതി മുതൽ 29-ാം തീയതി വരെ പരാതി കൊടുക്കണമെന്ന് പോലും തോന്നാത്തൊരു കാര്യത്തിൽ അവർ പരാതി കൊടുത്തു. 1 മണിക്കൂറിനകം കേസെടുത്തു. അത് എന്നോടല്ല ചോദിക്കേണ്ടത്.
അദ്ദേഹം ഏത് പാർട്ടിയിലാണോ അവരോടാണ് ചോദിക്കേണ്ടത്. അധ്യായം അടയ്ക്കുകയും തുറക്കുകയൊക്കെ ചെയ്യേണ്ടത് അവരാണ്. ആ പുസ്തകം അവർ തന്നെ കൈകാര്യം ചെയ്യട്ടെ. ഞങ്ങൾ അങ്ങനെ ഒരു കാര്യമേ ശ്രദ്ധിക്കുന്നില്ല. അത് ഞാൻ പറഞ്ഞല്ലോ, ആ അധ്യായം തുറക്കുകയോ ഇറക്കുകയൊക്കെ ചെയ്യേണ്ടത് അവരുടെ ജോലി. തുരുത്തി ഫ്ലാറ്റ് കോർപ്പറേഷൻ്റെയും സ്മാർട്ട് സിറ്റി മിഷൻ്റെയും ഒക്കെ ഫണ്ട് ഉപയോഗിച്ചുണ്ടാക്കിയതാണ്. ലൈഫ് മിഷൻ ഫണ്ടും അവരുപയോഗിച്ചിട്ടുണ്ട്. സ്മാർട്ട് സിറ്റി മിഷൻ ഫണ്ടിൽ തന്നെ പകുതി സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതമാണ്. അപ്പോൾ മാത്രമല്ല, ഈ ഭരണസമിതി LDF ഭരണസമിതി കൊച്ചിൻ കോർപ്പറേഷനിൽ അധികാരത്തിൽ വന്നിട്ടാണ് ഫ്ലാറ്റിൻ്റെ നിർമ്മാണം നടത്തിയത്. അതെല്ലാവർക്കും അറിയുന്ന വസ്തുതയാണ്. ഇതിപ്പോൾ ഒരൊറ്റ ഫ്ലാറ്റ് മാത്രമല്ലല്ലോ കേരളത്തിൽ വന്നത്. 4,64,000-ത്തിലധികം വീടുകൾ പൂർത്തിയാക്കി. അനേകം ഫ്ലാറ്റ് സമുച്ചയങ്ങൾ കേരളത്തിൽ ഈ കാലയളവിൽ പൂർത്തിയാക്കി. 1,33,000 വീടുകളുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം സംസ്ഥാന സർക്കാർ വീടില്ലാത്തവർക്ക് വീടൊരുക്കാൻ നടത്തുന്ന സമാനതകളില്ലാത്ത പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. ലൈഫ് മിഷൻ എന്ന സമാനതകളില്ലാത്ത പദ്ധതിയുടെ നേട്ടമാണിതല്ല.